സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവസാന ഗഡു അനുവദിച്ച് ഉത്തരവായി. ഈ മാസം തന്നെ പെൻഷൻ വിതരണം ചെയ്യും. ഷീജയുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, മറ്റൊരു ആശ്വാസകരമായ നടപടി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും അനന്ത്, ഏതായാലും ഈ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് ധനമന്ത്രി സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി കൂടി ഈ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഇത് 600 കോടി രൂപ ഇവർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതായത് അവരുടെ കുടിശ്ശികയുടെ അവസാന ഗഡു അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഈ മാസം തന്നെ ഇത് വിതരണം ചെയ്യും എന്നുള്ള കാര്യം ബജറ്റിൽ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഉത്തരവ് കൂടി ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2023-24 സാമ്പത്തിക വർഷത്തിന്റെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമെന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഇതിന് പുറമെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു അത് ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും എന്നുള്ള കാര്യവും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് PF ലയിപ്പിക്കുന്ന തരത്തിലായിരിക്കും അനുവദിക്കുക എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്ക് ഇൻ പീരീഡും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകിയിരുന്നു. ഏതായാലും വലിയ ഒരു ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് ഇപ്പോൾ സർവീസ് പെൻഷൻകാർക്ക് ഈ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവസാന ഗഡു അനുവദിച്ച് ഉത്തരവിറങ്ങി. ഈ മാസം തന്നെ പെൻഷൻ വിതരണം ചെയ്യും. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.